ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ മൈ ക്യാപ്ചർ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മോട്ടോയുടെ G86 പവർ 5G എന്ന് പറയുന്ന ഡിവൈസാണ്. അപ്പം ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്ന പോലെ പവർ ആണോ കാര്യങ്ങൾ നമുക്ക് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ഇതാണ് നമ്മുടെ മോട്ടോ G86 പവർ 5Gയുടെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഡിവൈസാണ്. സൈഡിലേക്ക് മാറ്റി വെച്ചാൽ അടിയിലായിട്ട് 33 വാട്ട്സിൻ്റെ ഒരു ടർബോ പവർ ചാർജർ വരുന്നുണ്ട്. അതുപോലെ തന്നെ USB Type-C കേബിൾ വരുന്നുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂളും കൂടാതെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ പേപ്പറുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്ക് കേസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഡിവൈസിലേക്ക് വന്നാൽ ഇത് പാൻറ്റോൺ സ്പെൽ ബോണ്ട് എന്ന് പറയുന്നൊരു കളർ വേരിയൻ്റ് ആണ്. കാണാൻ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ പിന്നിലായിട്ട് വന്നിരിക്കുന്നത് വേഗൻ ലെതർ ഫിനിഷ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഒരു പ്രത്യേക ഗ്രിപ്പും ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൽ വരുന്നത് 6720 mAh ബാറ്ററിയാണ്. അത്രയും വലിയ ബാറ്ററിയൊക്കെ ഉണ്ടായിട്ടും അത്യാവശ്യം ഒതുങ്ങിയൊരു ഫോണാണ്. ഒരു 8.65 mm തിക്നെസ്സേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ 198 ഗ്രാമേ വെയിറ്റും വരുന്നുള്ളൂ. അത്യാവശ്യം കയ്യിലൊക്കെ ഒതുങ്ങിയിരിക്കുന്നൊരു ഫോണാണ്. പിന്നെ വരുന്നത് സിം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് 2 സിം ഇട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിം ഒരു മെമ്മറി കാർഡ് എന്ന രീതിയിൽ യൂസ് ചെയ്യാം. പോർട്ടുകളുടെ കേസിലേക്ക് വന്നാൽ അടിയിലായിട്ട് Type-C പോർട്ടാണ് വരുന്നത്. പിന്നെ സ്പീക്കർ ഗ്രില്ലുണ്ട്, ഒരു ഡെഡിക്കേറ്റഡ് മൈക്ക് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ വരുന്നുണ്ട്, വോളിയം റോക്ക് സ്കീം വരുന്നുണ്ട്. പിന്നെ അവിടെയും ഒരു ഹോള് കാണുന്നുണ്ട്. അവിടെ ഇനി മൈക്കാണോ വരുന്നതെന്ന് അറിയില്ല. ഒരു ഡെഡിക്കേറ്റഡ് മൈക്കിൻ്റെ ഒരു ഹോള് പോലെ കാണുന്നുണ്ട്. ടോപ്പിലായിട്ട് വരുമ്പോൾ ഡോൾബി അറ്റ്മോസിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അതിന് തൊട്ടപ്പുറത്തായിട്ട് അത് സ്പീക്കർ ഗ്രില്ലാണോ മൈക്കിൻ്റെ ഇതാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും 2 ഡെഡിക്കേറ്റഡ് മൈക്കാണ് വരുന്നത്. ഇനി നമുക്കിനി ഡിസ്പ്ലേയെക്കുറിച്ച് പറയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ച് വലിപ്പമുള്ള 1.5K റെസൊല്യൂഷനോട് കൂടിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റീഫ്രഷ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിരിക്കും. പിന്നെ 4500 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിലേക്ക് കൊണ്ടുപോയാലും വളരെ നന്ന് വ്യക്തമായിട്ട് നമുക്കെല്ലാം കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തേക്കുന്നത് കോർണിംഗ് ഗോറില്ല 7A പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഈ ഫോണിന് IP68 69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. കൂടാതെ മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊസസ്സറാണ്. അത് MediaTek Dimensity 7400 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് വരുന്നത്. ഒരു 5G പ്രൊസസ്സറാണ്. 10, 12, 13 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4nm പ്രൊസസ്സറാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്നൊരു പ്രൊസസ്സറാണിത്. ഇനി ഇതിൻ്റെ റാമിലേക്ക് വന്നാൽ 8GB റാമാണ് വരുന്നത്. LPDDR4X റാമാണ്. കൂടാതെ 128GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മൈക്രോ SD കാർഡ് വഴി നമുക്ക് 1TB വരെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. Android 15 ആണ് OS വരുന്നത്. കൂടെ മോട്ടോയുടെ ഹലോ UA ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പവർ എന്നൊക്കെ പേര് കൊടുക്കാൻ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ബാറ്ററിയാണ്. കാരണം 6720 mAh ബാറ്ററിയാണ് വരുന്നത്. സാധാരണയായിട്ട് ഒരു നോർമൽ യൂസിനൊക്കെ ഒരു 2 ദിവസം വരെ ചാർജ് നിൽക്കുന്ന നിലവാരത്തിലുള്ള ബാറ്ററിയാണ്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിടത്തോളം അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 33 വാട്ട്സിൻ്റെ ടർബോ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കപ്പാസിറ്റിക്ക് അതൊരു കുറവായിട്ട് വേണമെങ്കിൽ തോന്നാം. പക്ഷേ നമ്മുടെ പ്രീമിയം ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിൽ അവർ ചാർജർ പോലും നമുക്ക് തരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നാൽ പിന്നിൽ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. OSൻ്റെ സപ്പോർട്ടോട് കൂടിയ സോണിയുടെ LYT600 എന്ന് പറയുന്ന മെയിൻ സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. കൂടാതെ 8 MBയുടെ ഒരു അൾട്രാവൈഡ് MB പ്ലസ് മാക്രോ ക്യാമറയും വരുന്നുണ്ട്. അതായത് അൾട്രാവൈഡ് സെൻസറിൽ തന്നെയാണ് മാക്രോ ക്യാമറയും വരുന്നത്. മുൻവശത്തായിട്ട് വരുന്നത് 32 MBയുടെ സെൽഫി ക്യാമറയാണ്. ഫ്രണ്ടിലും ബാക്കിലും എല്ലാ സെൻസറിലും 4K 30 ഫ്രെയിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ. ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ളൊരു ക്യാമറ പെർഫോമൻസ് ആണ്. കുഴപ്പമില്ല. ക്യാമറ സാമ്പിളൊക്കെ നമ്മൾ കാണിക്കാം. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ നല്ല കിടിലം സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നമുക്ക് സറൗണ്ടൊക്കെ അത്യാവശ്യം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. ഇനി ഫോണിൻ്റെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 6720 mAh ബാറ്ററിയാണ്. പിന്നെ മികച്ചൊരു ഡിസ്പ്ലേ ആണ്. നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സും നല്ല കളേഴ്സും കാണാൻ നല്ല ഭംഗിയുള്ള ഡിസ്പ്ലേ ആണ്. അതുമാത്രമല്ല 1.5K റെസൊല്യൂഷനും വരുന്നുണ്ട്. കൂടാതെ 120 Hz റീഫ്രഷ് റേറ്റ് ആണ്. പിന്നെ POLED ഡിസ്പ്ലേ ആണ്. പിന്നെ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ IP68 69 റേറ്റിംഗ് വരുന്നുണ്ട്. കൂടാതെ മിലിറ്ററി ഗ്രേഡിൻ്റെ ഡ്യൂറബിലിറ്റി റേറ്റിംഗും വരുന്നുണ്ട്.
പിന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രീമിയം ബിൽഡാണ്. അത് കുറച്ച് ആകർഷകമായ വേഗൻ ലെതർ ഫിനിഷോട് കൂടിയ ഇതാണ് വരുന്നത്. അതുകൊണ്ട് കാണാൻ രസമുണ്ട്. അതിപ്പം മോട്ടോയുടെ ഇപ്പോൾ ഒരു സ്ഥിരം ഒരു പാറ്റേൺ ആണത്. പാൻറ്റോൺ സ്പെൽ ബൗണ്ട് എന്ന് പറയുന്ന കളർ വേരിയൻ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ സ്റ്റോറേജാണ്. സ്റ്റോറേജിൽ UFS 2.2 ആണ് സ്റ്റോറേജ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റുള്ള കമ്പനികൾ UFS 3.1 സ്റ്റോറേജ് തരുന്നുണ്ട്. അത് വേണമെങ്കിൽ പരിഗണിക്കാമായിരുന്നു. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ചാർജറിൻ്റെ കേസാണ്. 31 വാട്ട്സ് ഉള്ളു ചാർജർ. ഇത്രയും വലിയ ബാറ്ററിക്ക് 33 വാട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് താമസമാണ്. എങ്കിലും കുഴപ്പമില്ല, കുറച്ചുകൂടെയൊക്കെ വേഗത കൂടിയ ചാർജർ കൊടുക്കാമായിരുന്നു. പിന്നെ ബാദർ ബ്രാൻഡൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇതിനകത്ത് 2 ക്യാമറ ഉള്ളെങ്കിലും ട്രിപ്പിൾ ക്യാമറയുടെ ഗുണം ചെയ്യുന്നുണ്ട്. മീൻസ് അൾട്രാ വൈഡിൽ തന്നെ മാക്രോയും വരുന്നുണ്ട്. അതുകൊണ്ട് ട്രിപ്പിൾ ക്യാമറയുടെ യൂസ് വരുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വേണമെങ്കിൽ പറയാം. ചിലർ പറയും അതിനകത്ത് 3 ക്യാമറയുണ്ട്, ഇതിനകത്ത് 2 ക്യാമറ ഉള്ളല്ലോ. ഇതിനകത്ത് ബാക്കിൽ നമ്മൾ നോക്കുമ്പോൾ 3 ക്യാമറയായിട്ടാണ് കാണുന്നത്. അതിനകത്ത് ഒന്ന് ലൈറ്റ് സെൻസറാണ്, അത് തൊട്ട് മേല് വരുന്ന ഫ്ലാഷുമാണ്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു മികച്ച ഫോണെന്ന് പറയും. കാരണം ഒരു വലിയ ബാറ്ററി ഉണ്ട്, മികച്ച ഡിസ്പ്ലേ ആണ്, IP റേറ്റിംഗ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് UFS 2.1 എന്നൊരു ചെറിയൊരു കുറവാണ്. അതുപോലെ തന്നെ ചാർജിങ് സ്പീഡും ബാക്കിയൊക്കെ ഒഴിച്ച് നിർത്തിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് പറയാം. പിന്നെ മോട്ടോയുടെ നമുക്കറിയാമല്ലോ, പരസ്യമൊന്നും വരത്തില്ല, നല്ല ക്ലീൻ UI ആണ്. നിയർ ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു മികച്ച കോമ്പിനേഷൻ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ 8GB 128GB വേരിയൻറ്റിന് ഇപ്പോഴത്തെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 15,999 അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ട്രാവൽ, ടെക്, ഫുഡ്, എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റുകൾക്കായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.